ലിബർട്ടി ബഷീർ ഇപ്പോൾ ഇവർ ഫിയോക്കിൻ്റെ നിലപാടാണ് അവർ പറഞ്ഞത്. നമുക്കറിയാം ഇത്തരത്തിൽ സിനിമകൾ OTTയിൽ വരുന്നതോടുകൂടി ഇത്തരത്തിൽ ആ സിനിമകൾ തിയേറ്ററിൽ ആളെ ലഭിക്കാതെ വരും. കാരണം അവർ 10 ദിവസം കഴിയുമ്പോൾ തന്നെ ഇത്തരത്തിൽ പരസ്യം പത്രത്തിലൂടെയും ടെലിവിഷനിലൂടെയും ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് സിനിമയെ ബാധിക്കുന്നുണ്ട്. ന്യായമായ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ പ്രൊജക്ടറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും നിലനിൽക്കുന്നുണ്ട്. താങ്കൾ ഇതിനെ എങ്ങനെ കാണുന്നു? ബിനു, ഇവരിപ്പം ഓരോ സമയത്തും പത്രത്തിൽ വന്ന വാർത്തകളും എല്ലാം 23-ാം തീയതി ഈ ഒരു കാരണം കൊണ്ടാണ് സമരം പ്രഖ്യാപിച്ചതെന്ന് ആദ്യമായിട്ട് ഇപ്പം ഉമേഷ് പറഞ്ഞിട്ടാണ് ഈ ചാനൽ കൂടെയാണ് അറിയുന്നത്. അവർ പൊതുവെ സമരം പ്രഖ്യാപിച്ചതാണ്. ഇപ്പൊ ആദ്യമായിട്ടാണ് 2-3 തിയേറ്ററുകൾക്ക് പണം കൊടുക്കാത്ത കാരണം കൊണ്ടാണ് സമരം പ്രഖ്യാപിച്ചതെന്നുള്ള മലയാള സിനിമ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 2-3 തിയേറ്ററുകൾക്ക് പണം കൊടുക്കാത്ത. അങ്ങനത്തെ കാലത്ത് എത്രയോ വർഷങ്ങളായിട്ട് അങ്ങനത്തെ പല ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾ മലയാള സിനിമ ഉണ്ടായത് മുതൽ പല തിയേറ്ററും ബ്ലോക്ക് ചെയ്തിട്ട് പണം കൊടുക്കാതെ നിൽക്കുകയും ആ പ്രശ്നം തീർത്ത് പണം കൊടുക്കുന്ന സമ്പ്രദായം ഇന്നലെ തുടങ്ങിയില്ല. എത്രയോ ഞാനെല്ലാം സിനിമയിൽ വരുന്നതിന്റെ ജനിക്കുന്നതിന് മുമ്പേ ഇൻഡസ്ട്രി വന്ന മുതലേ സംഘടനയുള്ള കാലത്ത് മുതൽ നടക്കുന്ന കാര്യമാണ് 2-3 തിയേറ്ററുകളും ബ്ലോക്ക് ചെയ്തിട്ട്. ഇതിപ്പോ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ആ ഒരു കാരണം കൊണ്ടാണ് സമരം ചെയ്യുന്നുണ്ട്. അത് ഇപ്പൊ ആദ്യമായിട്ട് സുമേഷ് വരുന്നത്. സുമേഷ് എന്റെ ഫ്രണ്ടാണ്. സുമേഷിന് ഇപ്പൊ തിയേറ്ററില്ല. സുമേഷ് തിയേറ്ററിലും വിറ്റിട്ടിപ്പം സ്വസ്ഥായിരിക്കുന്ന വ്യക്തിയാണ്. രണ്ടാമത്തെ കാര്യം, സുമേഷ് പറഞ്ഞ ഒരു കാര്യം വ്യക്തമാണ്. ഇവർ 28 ദിവസം പണം കഴിഞ്ഞ് പണം കൊടുക്കുന്നതിന് യാതൊരു ഒബ്ജക്ഷൻ എന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് അതിനെ എതിർക്കുന്നുണ്ട്. കാരണം 28 ദിവസം കൊണ്ട് ഇന്ന് മിക്കവാറും എല്ലാ പടങ്ങളും കേരളത്തിൽ എത്ര വലിയ പടങ്ങാനും 28 ദിവസം കഴിഞ്ഞിട്ട് കേരളത്തിൽ തിയേറ്ററിൽ ഇട്ടുമാരുന്നുണ്ട്. പക്ഷെ അവിടെ പറ്റുന്നത് ഈ സുമേഷ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു OTT പ്ലാറ്റ്ഫോമിൽ പണം കൊടുത്തു കഴിഞ്ഞാൽ അവർ 15 ദിവസം കഴിയുമ്പോൾ തന്നെ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ പരസ്യം വരും. ചാനലുകളിലും മറ്റേ പത്രങ്ങളിലും ഫ്രണ്ട് പേജിലും പരസ്യം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എത്ര വലിയ പടങ്ങളായാലും കാണികൾ വിചാരിക്കും എന്തിനാന്ന് തിയേറ്ററിൽ പോയിട്ട് 150, 200, 200, 300 പടം കാണുന്നത്, നമ്മൾ OTT കാണാന്നുള്ള ഒരു മാനസികമായിട്ട് എനിക്കും തോന്നും, കാണികൾക്കും തോന്നും. അത് ഇവർ മാറ്റി. അതാണ് പ്രധാനപ്പെട്ട ഒരു കംപ്ലൈന്റ്. അല്ലാണ്ട് 28 ദിവസം കൊണ്ട് തിയേറ്റർ പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, തിയേറ്റർ കളിക്കുന്ന സമയത്ത് ഒരു പടവും കൊടുത്തിട്ടില്ല. ഇപ്പം അടുത്ത കാലത്ത് മമ്മൂട്ടിന്റെ SS സ്വാമിന്റെ ഒരു പടം വന്നിരുന്നു. അത് തിയേറ്റർ കളിച്ച് കഴിഞ്ഞിട്ടാണ് പടം കൊടുത്തിട്ടില്ല. മമ്മൂട്ടിന്റെ ഇപ്പം വന്ന മറ്റേ കണ്ണൂർ സ്ക്വാഡ് അത് തിയേറ്ററിലെല്ലാം കളിച്ച് കഴിഞ്ഞിട്ട് ആ 40 ദിവസം കഴിഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ കാരണം ആ 10-40 ദിവസം വരെ പടം കളിക്കുന്നുണ്ട്. ഇപ്പം ഏറ്റവും ഉള്ള കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രേമലുലു അത് OTTക്ക് കച്ചവടം തന്നെ ചെയ്തില്ല. കാരണം അവർക്ക് ഇപ്പൊ തീരുമാനം എടുത്തിട്ടുണ്ട് 50 ദിവസം തിയേറ്റർ പോവുകയാണെങ്കിൽ 50 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കില്ലുന്നുണ്ട്. അപ്പൊ ചില പടങ്ങൾ തിയേറ്ററിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് പടം വളരെ മോശമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ നേരെ പടം വലിയൊരു സൂപ്പർ ഹിറ്റ് പടമല്ല, പക്ഷെ കേരളത്തിലെ എല്ലാ തിയേറ്ററിലും കളിച്ച് ഫിനിഷ് ചെയ്തതിനു ശേഷം അവർ OTT കൊടുത്ത്. പക്ഷെ പ്രശ്നം വരുന്നത് ആ OTT കൊടുക്കുന്ന സമയത്ത് തന്നെ ഈ പരസ്യം ചെയ്താൽ അത് തിയേറ്റർ വല്ലാതെ ബാധിക്കുന്നതാണ്. അത് ഒരിക്കലും അതിനാണ് ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ ഈ 8 വർഷം സംഘടനാ നേതൃത്വത്തിൽ നിന്ന് കേരളം ഒട്ടുക്കും ഞാൻ നടന്നിട്ട് ഉണ്ടാക്കിയ സംഘടനയാണ്. ഇതേ ആൾക്കാർ എന്നെ കൊണ്ട് സമരം ചെയ്യിച്ച അതേ ആൾക്കാരാണ് ഇപ്പൊ സമരം ചെയ്തത്. എന്നെ കൊണ്ട് സമരം ചെയ്യിക്കാൻ മുന്നിട്ട് നിന്ന വിജയകുമാറും പാർട്ടിയാണ്. അന്നേ ഞാൻ സമരത്തിന് ഞാൻ എതിരായിരുന്നു. പക്ഷെ എന്നെ കൊണ്ട് ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് എന്നെ കൊണ്ട് നിങ്ങളുള്ള കാലത്ത് തന്നെ സമരം ചെയ്യണം, ടേംസ് ഉറപ്പിക്കണം എന്നിട്ട് എന്നെ കൊണ്ട് ചെയ്തിട്ട് അതിന്റെ ദുരനുഭവം ഞാൻ കഴിഞ്ഞ 2017 6 മാസം എന്റെ തിയേറ്റർ അടച്ചിട്ട് ഗതികൾ വന്ന് എന്റെ തിയേറ്റർ മാത്രമല്ല ഈ പ്രസിഡന്റ് തിയേറ്റർ അടച്ചിട്ടുണ്ട്, വേറെ 4 തിയേറ്റർ അടച്ചിട്ട് വന്ന മാസങ്ങളുള്ളൂ. അന്നൊന്നും ഇവരാരും സഹകരിച്ചിട്ടില്ല. 5-6 തിയേറ്ററുകൾ കേരളത്തിൽ അടച്ചിട്ടിട്ട് ഒരു സംഘടനയില്ല ഒരു തിയേറ്ററും നമുക്ക് അനുഭവം പ്രകടിച്ചിട്ട് ഒരു ദിവസം അടച്ചിട്ടില്ല. ഇപ്പം സുമേഷ് പറയുന്ന 3-4 തിയേറ്ററിന് പണം കൊടുക്കാത്തതുകൊണ്ട് കേരളം ഒട്ടുക്ക് അടച്ചിടുന്നു പറഞ്ഞാൽ എന്തൊരു സംഘടനയാണ്. അതും മലയാള സിനിമ ഇത്രയും നന്നായിട്ട് പോകുന്ന സമയം ഈ മാർച്ച് 13-ാം തീയതി നോമ്പ് തുടങ്ങിയാണ്. നോമ്പതിന് മുമ്പായിട്ട് പല പടങ്ങളും കളിച്ചു തീർക്കാനുണ്ട്. നല്ല എല്ലാ പടങ്ങളും ഇപ്പൊ 2024 ജനുവരിയിൽ എല്ലാ പടങ്ങളും ഓടിക്കൊണ്ടിട്ട് തിയേറ്ററിന് ഒരു പുനർജന്മം കിട്ടിയ സമയമാണ്. അപ്പൊ ആ സമയത്ത് ഈ നിസ്സാരപ്പെട്ട കാര്യത്തിന് ഒരു ചർച്ച കൂടാതെ ഞാൻ സമരം ചെയ്യുന്ന സമയത്ത് അവസാനം
വകുപ്പ് മന്ത്രിയായിട്ട് വരെ ചർച്ച ചെയ്തിട്ട് മാസങ്ങളോളം ചർച്ച പൊളിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ സമയം പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഇത് ഒരു ചർച്ചയും തീർച്ചയായിട്ടും കൂടാതെ ചേംബറായിട്ടോ പ്രൊഡ്യൂസേഴ്സോ ഡിസ്ട്രിബ്യൂട്ടേഴ്സായിട്ടോ ഒരു ചർച്ചയില്ലാതെ ഒരു സുപ്രഭാതത്തിൽ സമയം പ്രഖ്യാപിച്ചത് അങ്ങേയറ്റം അലവരിയാന്ന് ഒരിക്കലും ഇതിനോട് നമുക്ക് മാനസികമായിട്ട് സഹായിക്കാൻ പറ്റില്ല. ശരി.